നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ഈ സ്വീറ്റ് 17 എന്ന് പറയുന്ന പോലെ കോഷ്യസ് 40s എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങിയിട്ട്. എന്തുകൊണ്ട് കേരളം ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായി മാറി? ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കുറച്ച് കൂടുതലാണ് മറ്റുള്ള ആൾക്കാരൊക്കെ അപേക്ഷിച്ച്. അത് മലയാളി പഠിച്ചു വെച്ചിട്ടത് 4 അക്ഷരം കൂട്ടിപ്പിടിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അധ്വാനമുള്ള ജോലിയൊന്നും ചെയ്യരുത്, ശരീരം വേർക്കരുതെന്ന് അത് ശീലിച്ചിട്ടുണ്ട് പണ്ടേ. പിന്നെ ഭക്ഷണശീലങ്ങൾ പാടേ മാറി. അധ്വാനങ്ങളും വ്യായാമങ്ങളും തീരില്ലെന്ന് മാത്രമല്ല, ഇത് എന്തിനാണെന്നോ, എന്തിന് വ്യായാമം ചെയ്യണമെന്നോ, എങ്ങനെ വ്യായാമം ചെയ്യണമെന്നോ, എത്ര വ്യായാമം ചെയ്യണമെന്നോ, അതുപോലെ എന്തിനാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര കഴിക്കണം, ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. ഒരു നാട്ടുനാട് പോലെ പണ്ട് തൊട്ടേ ശീലിച്ച രീതികളിലൂടെ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പത്തിൽ നമ്മൾ ധാരാളം കാർബോഹൈഡ്രേറ്റും ഫാറ്റെല്ലാം കഴിച്ചിരുന്നു. അത് തീയിലേക്ക് കരിയിലിടുന്ന പോലെ കത്തിപ്പോകുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രായം താഴേക്ക് വരിക, അകാല വാർദ്ധക്യം ബാധിച്ചുകൊണ്ടിരിക്കുക സമൂഹത്തിന്. പണ്ട് 70ഉം 60ഉം വയസ്സിൽ വന്നിരുന്ന രോഗങ്ങൾ 50ഉം 40ഉം 30ഉം 20ഉം വയസ്സുകളിലേക്ക് താഴ്ന്നു തുടങ്ങി. തലമുറ മാറ്റത്തിനനുസരിച്ച് ഏജിങ് പ്രോസസ്സ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പെൺകുട്ടികളുടെ പീരീഡ്സിന്റെ പ്രായം പോലും പണ്ട് 13, 14, 8, 9, 10, 11 വയസ്സിലേക്കൊക്കെ താന്നു കഴിഞ്ഞെന്ന് ഓർക്കുക. ഇതേപോലെ അത് മെനാർച്ചി പോലെ തന്നെ മെനോപോസ്, അതും ഏർലി 40സിലേക്കെല്ലാം താന്നു തുടങ്ങി പലരുടെയും. അതിൻ്റെതായ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, പെരിബോനോപോസൽ ടെൻഷൻസ്, ആകപ്പാടെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമാണ്. സോ അത് എല്ലാം കൂടെ ചേർത്ത് വായിക്കാം. പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലികളൊക്കെ സംബന്ധം എന്തെങ്കിലും ജോലി വന്ന് കാറായി, ബൈക്കായി, വീട്, കാര്യങ്ങളായി, കല്യാണം, മക്കളുടെ വളർത്തൽ, മക്കളുടെ പഠിപ്പിക്കലും, അങ്ങനത്തെ കുറെ ടെൻഷൻസിലേക്ക് വന്ന് ഒരു 40സിലേക്ക് എത്തുമ്പോഴേക്കാണ് ഒരല്പം ഒരു സ്വസ്ഥമാകാൻ തുടങ്ങുന്നത്. ഈ സമയത്ത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അവരുടെ ലോഞ്ചിവിറ്റി കൂടും, അവർ ഹെൽത്തി ആയിട്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു പ്രായം. നമ്മൾ 40സിലേക്ക് അടുക്കുമ്പോഴേക്കും നമുക്കൊരു പക്വതെല്ലാം വന്നിട്ടുണ്ടാവും. ഇനിയാണ് അവിടെ തൊട്ട് നമുക്ക് ശരിക്കും നമ്മൾ രോഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മസിൽ വേസ്റ്റിംഗ്, സർക്കോപ്പീനിയ, അത് തുടങ്ങുന്ന പ്രായം എന്ന് പറയുന്നത് 40s തൊട്ടാണ്. ഓരോ കൊല്ലം ഒരു 10% വീതം മസിൽ വേസ്റ്റിംഗ് വന്ന് തുടങ്ങുന്ന രീതിയിലാണ് അത് പറയുന്നത്. സോ ആ 40സിലേക്ക് കടക്കുമ്പോൾ തൊട്ട് എക്സസൈസ് ഒരു ഹാബിറ്റിലേക്ക് കൊണ്ടുവരണം ലൈഫിൽ. അത് കൊണ്ടുവന്നില്ല എങ്കിലുള്ള പ്രോബ്ലം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസോ കൊഴുപ്പോ എനർജി ആക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല. അതിന് മുമ്പുള്ള ഏജ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഓടിച്ചാട്ടൊക്കെ നടക്കുന്ന സമയത്ത് അറിയില്ല ഇത് എനർജി ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ബേസൽ മെറ്റബോളിക് ഗ്രാജുവലി കുറഞ്ഞു വരും. ഇനി അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജി ആയില്ല എങ്കിൽ അകത്തെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെയും ഫാറ്റ് മെറ്റബോളിസത്തിൻ്റെയും പിന്നാലെ പ്രോട്ടീൻ മെറ്റബോളിസത്തിനെല്ലാം താളം തെറ്റാൻ തുടങ്ങും. സോ നമ്മുടെ അകത്തൊരു ഓർക്കസ്ട്ര ഉണ്ട്. നമ്മുടെ ലിവറും, നമ്മുടെ കുടലും, നമ്മുടെ പാൻക്രിയാസും, ഹൃദയവും, കിഡ്നികളും, ശ്വാസകോശം എല്ലാവരും ചേർന്നൊരു ഓർക്കസ്ട്ര നടത്തുന്നുണ്ട് അകത്ത്. ആ ഓർക്കസ്ട്ര പതുക്കെ താളം തെറ്റാൻ തുടങ്ങും. പലർക്കും ഓരോരോ രോഗങ്ങളായിട്ടാണ് മാനിഫെസ്റ്റേഷൻസ് പുറത്തു വരെ, പല പല രോഗങ്ങളായിട്ടായിരിക്കാം. പക്ഷെ എല്ലാത്തിൻ്റെ ബേസിക് കോസ് സെയിം. ആ ബേസിക് കോസ് തിരിച്ചറിയണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ശരിക്കും എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെ അടിത്തറ. കാരണം ഇൻസുലിൻ ഗ്ലൂക്കോസിനെ മസിൽസിനകത്ത് കയറ്റി വിടും, അത് മസിൽസിനകത്ത് എനർജിയായി മാറുന്നു. ലിവറിൽ സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസ് മസിൽസിലേക്ക് കൊടുക്കുന്നു. പക്ഷേ മസിൽസിലെ ഗ്ലൂക്കോസ് എനർജികൾ അധ്വാനവും വ്യായാമം ഇല്ലാതെ പോകും തോറും ഗ്രാജുവലി BMR കുറഞ്ഞു വന്ന് അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് എനർജിക്ക് എടുക്കാതെ വന്നാൽ അത് ആ ഗ്ലൂക്കോസ് പതുക്കെ ഫാറ്റായിട്ടുള്ള കൺവേർഷനിലേക്ക് പോകാൻ തുടങ്ങുന്നു. ലൈപ്പോജനസിസ്, രക്തക്കൊള്ളിൽ വിത്തറിലെല്ലാം കൊഴുപ്പടിഞ്ഞ് മുരിങ്ങാക്കോലിൻ്റെ അവസ്ഥയിൽ ബ്ലോക്കുകളിലേക്ക് പോകുന്നു. ലിവറിൽ കൊഴുപ്പെടുന്ന ഫാറ്റി ലിവറിലേക്ക് പോകുന്നു. ശരീരത്തിൽ ആകെ കൊഴുപ്പടിയുമ്പോൾ ഓപ്പസിറ്റ്, റൈറ്റ്, വയറ് ചാടിത്തൊടുന്നു, വയറ്റത്തെ കൊഴുപ്പം തുടങ്ങുന്നു. സോ ഗ്രാജുവലി ചിന്തിക്കാം, ബ്രെയിനിലേക്ക് രക്തോട്ടം കുറയുന്നു, ഹൃദയത്തിൻ്റെ വീട്ടിലെ കൊറോണറി ആർട്ടറിയിലൂടെ രക്തോട്ടം കുറയുന്നു, കാലിലേക്കും കയ്യിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും രക്തോട്ടം കുറയുന്നു. സോ ഇതിപ്പോൾ ശരിക്കും 40സിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഈ അധികം നമുക്ക് എനർജിക്ക് വേണ്ടിയാണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ആവശ്യത്തിന് കാർബോൺ ഫാറ്റ് കഴിക്കുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഒരു ചെറിയ ഡയറ്റ് കൺട്രോളിലേക്ക് വന്നിട്ട്
നമ്മുടെ ശരീരത്തിന് ചെറുപ്പവും ചുറുചുറുക്കവും സൗന്ദര്യവും നിലനിർത്തുന്നത് ആന്റി ഓക്സിഡൻസും ഫൈറ്റോ കെമിക്കൽസ്, വിറ്റാമിൻസ്, മിനറൽസ്, ഫ്ലവിനോട്സ് തുടങ്ങിയ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഇതെല്ലാം കൂടുതലായിട്ടുള്ളത് റോ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലാണ്. സോ അത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂട്ടുകയും കാർബൺ ഫാറ്റും അധികമുള്ള ഭക്ഷണം കുറയ്ക്കുകയും ഈ മുട്ട, പാൽ, ഇറച്ചി, മീനൊക്കെ ആവശ്യത്തിനേയും കഴിക്കുക. അത് ഫ്രൈഡിലേക്ക് പോകുന്നതിന് പകരം ബാർബിക്ക്, തന്തൂർ പോലത്തെ പ്രിപ്പറേഷൻസിലേക്ക്, കറികളിലേക്ക് കൊണ്ടുപോവുക. അത് ഫ്രൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നോൺ വെജ് പ്രിപ്പറേഷൻസിൽ മസാല ധാരാളം ഉണ്ടാവും. എരിവും ഉപ്പും പുളിയും എല്ലാം കൂടുതലായിരിക്കും. സോ ഇതാണ് ഏറ്റവും അധികം ഗ്യാസ്ട്രൈറ്റിസ്, എരിച്ചിൽ, പോച്ചിൽ, ഗ്യാസ്, നെഞ്ചരിച്ചിൽ, പുളിച്ചിൽ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകും. മാത്രമല്ല അത് കൂടുതൽ കഴിക്കും. അതിൻ്റെ കൂടെ നമുക്ക് കാർബ് കഴിക്കാനുള്ള പ്രവണത കൂടും. സോ നോൺ വെജ് കഴിക്കേണ്ട എന്നല്ല, അതിൽ നമ്മൾ സ്പൈസസ് കുറക്കാനും ആവശ്യത്തിന് കഴിക്കുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരിക. അരി, കിഴങ്ങ്, ഗോതമ്പ്, റവ, മൈദ തുടങ്ങിയ ഗ്ലൂക്കോസായി മാറുന്ന ഭക്ഷണങ്ങൾ, ഫ്രൈകളും മാക്സിമം കുറക്കുന്നതോടെ ഇൻടേക്ക് ഓഫ് കാലറീസ് കുറയാൻ തുടങ്ങും. അതിക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ള തിരക്കാണ്. 40s എന്ന് പറഞ്ഞാൽ പീക്ക് ടൈം. പാഞ്ഞു നടക്കുന്ന കാശുണ്ടാക്കുന്ന സമയമുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നറിയോ? സോ ഇവിടെ എക്സസൈസ് ചെയ്യാൻ തീരെ സമയമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊന്ന് ബ്രഷ് ചെയ്യുന്നൊന്നും പോലെ 2 നേരം ബ്രഷ് ചെയ്യുന്ന ഗുണം 1 നേരം ചെയ്താൽ കിട്ടില്ല. 2 നേരം കുളിക്കുന്ന ഗുണം 1 നേരം കുളിച്ചാൽ കിട്ടില്ല. അതുപോലെ ഒരു 10-15 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് രാവിലെയും വൈകുന്നേരം, രാവിലെ എഴുന്നേറ്റ് ഉടനെ കുറച്ച് എക്സസൈസ് ചെയ്യുന്ന ശീലം തിരക്കുകളുടെ വേഗം പോയിക്കോളും. ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുന്നു. വൈകുന്നേരം വന്നിട്ട് ഒന്ന് ഫ്രഷായി കുറച്ച് ഇച്ചിരി വ്യായാമം ചെയ്തതിന് ശേഷം സമയമില്ല, വേഗം പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കോ. പക്ഷേ ഇതൊരു ഹാബിറ്റേക്ക് വളർത്തുക. നിങ്ങൾ ആ ഹാബിറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സ്, ഒരാഴ്ച 2 ആഴ്ച മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലത്തെ കുറച്ച് എയ്റോബിക് എക്സസൈസ്, കാർഡിയക് എക്സസൈസ് മിക്സ് ചെയ്തുകൊണ്ട്, ഇതെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് മസിൽ സ്പെസിഫിക് എക്സസൈസ്, മസിൽ വേസ്റ്റിംഗ് കൊണ്ട് തുടങ്ങും. അത് ചെയ്തുകൊണ്ട് കൈകാലൊക്കെ രക്തോട്ടം കൂട്ടിയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന ബോഡിയെ, കിടന്നുറങ്ങിയ ശരീരത്തിൽ ഒരു പൂച്ച മൂരി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നത് പോലെ ശരീരത്തിൽ ആകെ ഒന്ന് ബ്ലഡ് ഫ്ലോ കൂട്ടാനും കുറച്ച് സ്ട്രെച്ചുകളിലൂടെ ഒന്ന് ബ്ലഡ് ഫ്ലോ 2 മിനിറ്റ്സ് ജോഗിങ് കാര്യങ്ങൾ, അങ്ങനെ ഒരു മിക്സ് ചെയ്തൊരു പ്ലാൻഡ് ആയിട്ട് അല്പം മസിൽ സ്പെസിഫിക് ആയിട്ട് ഒരു പ്ലാൻ പാക്കേജ് ചെയ്ത് വിട്ടിട്ട് ആ ദിവസം ഉള്ള അതിൻ്റെ എനർജി നിൽക്കും. ഇത് നമ്മൾ ഭക്ഷണം ശ്രദ്ധിച്ച് കഴിയുക. അധികം പട്ടിണി കിടക്കണമെന്നോ മുത്താരി, റവ, ഗോതമ്പ്, വൈക്കോല്, പുല്ല്, പിണ്ണാക്ക് അങ്ങനെയൊന്നും തിന്നണമെന്നല്ല ഈ പറയുന്നത്. ക്വാളിറ്റി കൂട്ടാൻ ഭക്ഷണത്തിൻ്റെ, അനാവശ്യ ഭക്ഷണങ്ങളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇനി വൈകുന്നേരം വന്നിട്ട് ഒന്ന് അല്പം ഒരു 5-10 മിനിറ്റ് അത് ഗ്രാജുവലി നിങ്ങൾ തനിയെ കൂട്ടും. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 10-15 മിനിറ്റിലും കുറച്ച് നല്ല എക്സസൈസ് നടക്കും. ഗ്രാജുവലി അതിൻ്റെ ഗുണം രാത്രി നല്ല സൗണ്ട് സ്ലീപ്പ്, നല്ല ഉറക്കം കിട്ടും. രാത്രി ഭക്ഷണത്തിന് മുമ്പ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിച്ചൊരു ഫ്രഷ് ആയിരിക്കും. ഭക്ഷണം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. പകൽ ഫുൾ അനങ്ങാതിരുന്നുള്ള ജോലി ചെയ്തതിൻ്റെ എല്ലാ ക്ഷീണവും മാറുന്നു. ഇവിടെയാണ് നമ്മളത് പ്ലാൻ ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം അകാല വാർദ്ധക്യമാണ്, ഏർലി ഏജിങ് പ്രോസസ്സാണ്. ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ്. ഞാൻ പണ്ട് ധാരാളം രോഗികളെ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ രോഗികളുടെ പുറകെയായിരുന്നു. ഇപ്പം ഞാൻ ആ കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിന് വേണ്ടത് പ്രിവെൻഷനാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു പ്രിമച്ചുർ ഏജിങ് പ്രോസസ്. ശരിക്ക് ഹെൽത്തി ഏജിങ് നമ്മൾ പഠിക്കണം. ശരി, ആരോഗ്യത്തോടു കൂടി വയസ്സാകാൻ എന്ത് വേണം, നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ, ലോഞ്ചിവിറ്റി കൂട്ടാൻ എന്ത്, രോഗങ്ങളില്ലാതെ, കാല് കണ്ണ് കിട്ടൊന്നും കേടാകാതെ, ചെറുപ്രായത്തിൽ തന്നെ അറ്റാക്കോ, സ്ട്രോക്കോ, അതുപോലെ സെക്സ് പ്രോബ്ലംസ് ഒക്കെ, ഇമ്പോർട്ടൻസ്, ഫ്രിജിഡിറ്റി, സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടിലിറ്റി വളരെ യങ് ഏജിൽ വല്ലാതെ വന്നു തുടങ്ങി. അപ്പോൾ 40s എന്ന് പറയുന്നത് ഫാറ്റ് അക്യുമുലേഷൻ ഏറ്റവും കൂടുതൽ വരുന്ന ഏജ് ആയിട്ട് എടുക്കാമോ? അവിടെ തൊട്ട് നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് വേഗം പോകണോ? വീണ്ടും ചെറുപ്പം സൂക്ഷിച്ച് നിലനിൽക്കണോ? ഇനിയുള്ള ജീവിതം, ഇനിയുള്ള കാലം ശരിക്കും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇനിയാണ് നമുക്കൊന്ന് ആസ്വദിക്കാനുള്ള പ്രായം. സോ ഇനിയുള്ള കാലം ഹെൽത്തി ആയിട്ട്, ഹാപ്പി ആയിട്ട്, നല്ല നല്ല ശരിക്കും ഒരു നല്ല സ്പിരിറ്റോടുകൂടി, എല്ലാവരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കണ്ടുകൊണ്ട് നമ്മൾ വെറുതെ ഏതു നേരവും തിരക്കുന്ന ഹറിബിരായിട്ട് പാഞ്ഞ് നടന്ന സ്വന്തം ആരോഗ്യം നശിപ്പിച്ച് ആർക്കോ വേണ്ടി കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ല. സോ ഇവിടെ തൊട്ട് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങണം. അതിന് അല്പസമയം വ്യായാമത്തിന് മാറ്റിവെക്കുക. കാരണം ഗ്ലൂക്കോസും കൊഴുപ്പ്, എനർജി അങ്ങനെ ഒരു മരുന്ന് ഈ ഭൂമിയിലില്ല. ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുക, ടേസ്റ്റ് ആസ്വദിക്കൂ, വേസ്റ്റ് ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഇപ്പം ചോറിന് വല്ല ടേസ്റ്റും ഉണ്ടോ? എന്തിനാണ് ഇത് കുറേ കഴിക്കുന്നത്? ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പഠിക്കുക. എന്നിട്ട് നല്ല നാളേക്ക് വേണ്ടി, ഇനിയുള്ള കാലം ഒരു ലൈഫേ ഉള്ളൂ,
ഇനിയുള്ള കാലം ഏറ്റവും നന്നായിട്ട് ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ എന്ത് വേണം എന്നൊന്ന് ചിന്തിക്കുക. ഒരു ഒരു 1 മിനിറ്റ് അവനവനെ കുറിച്ച് വിലയിരുത്താൻ ഉറങ്ങുന്നതിന് മുമ്പൊന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നതും നന്നായിരിക്കും.